ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ഖാലിദ് ജമലിനെ നിയമിച്ചു. AIF എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് മനോലോ മാർക്കസിന്റെ പിൻഗാമിയായി ഖാലിദ് ജമീലിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ ജംഷഡ്പൂർ എഫ്സിയുടെ പരിശീലകനാണ്. ഹരിഗോവിന്ദ് വിവരങ്ങൾ നൽകും. ഹരി, വിശദാംശം. ഖാലിദ് ജമീൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി നിയമിച്ചിരിക്കുകയാണ്. മനോലോ മാർക്കസിന് പകരക്കാരനായിട്ടാണ് ഖാലിദ് ജമീൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നത്. സാവിയോ മെഡേറയ്ക്ക് ശേഷം 2011-12 കാലഘട്ടത്തിൽ സാവിയോ മെഡേറയ്ക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഖാലിദ് ജമീൽ എന്ന് പറയുന്നത്. മനോലോ മാർക്കസിന് കീഴിൽ വളരെ മോശം പ്രകടനമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം കാഴ്ചവെച്ചിരുന്നത്. വളരെ മോശം പ്രകടനം എന്ന് പറഞ്ഞാൽ റാങ്കിങ്ങിൽ ഇന്ത്യ ഏറെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 133-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ ഉള്ളത്. 8 മത്സരങ്ങൾ മനോലോ മാർക്കസിന്റെ കീഴിൽ ഇന്ത്യ കളിച്ചെങ്കിൽ അത് ഒരു മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യൻ ടീമിന് ജയിക്കാനായിരുന്നത്. അതും ഒരു ഫ്രണ്ട്ലി മത്സരം, മാൽദീവ്സിനെതിരായ ഫ്രണ്ട്ലി മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യൻ ടീമിന് ജയിക്കാനായിരുന്നത്. അപ്പോൾ മുതൽ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരു പുതിയ പരിശീലകൻ വേണമെന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ AIFന്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു പുതിയ കോച്ച് വരണമെന്നൊരു അഭിപ്രായം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ആ ഒരു പരിശീലക സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷ അയക്കാനുള്ളൊരു തീയതിയൊക്കെ AIF പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖാലിദ് ജമീൽ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നത്. നേരത്തെ ജൂലൈ 22-ന് AIF ഒരു 3 പേരുടെ അവസാന പട്ടിക പുറത്തുവിട്ടിരുന്നു. അതിൽ ഖാലിദ് ജമീൽ, അതോടൊപ്പം തന്നെ മുൻ ഇന്ത്യൻ പരിശീലകൻ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ, അതോടൊപ്പം തന്നെ ഒരു സ്ലോവാക്യൻ മാനേജർ സ്റ്റെഫാൻ ടർക്കോവിച്ച് എന്നിവരാണ് ആ പട്ടികയിൽ ഉണ്ടായിരുന്ന 3 പേര്. ഇതിനു മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ ഇവാൻ വുക്കോമുനോവിച്ച് ഉൾപ്പെടെയുള്ള പരിശീലകർ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. അതിന് പിന്നാലെ സ്പെയിൻ ഇതിഹാസം സാവി ഹെർണാണ്ടസിന്റെ പേരിലുള്ള ഒരു വ്യാജ അപേക്ഷയൊക്കെ നമ്മൾ ഈയിടെ കണ്ടിരുന്നു. അങ്ങനെ ഒരു വളരെ നാളത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനെ തിരഞ്ഞെടുക്കുന്നത്. ഖാലിദ് ജമീൽ നമുക്കറിയാം, മുൻപ് വളരെ വലിയ നേട്ടങ്ങൾ കൊയ്തൊരു പരിശീലകൻ തന്നെയാണ്. 2017 ഐസ്ഫാൾ FCയെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കിയ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. പിന്നീട് ജംഷഡ്പൂർ FCക്കൊപ്പവും വലിയ നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു വലിയ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു പരിശീലകൻ തന്നെയാണ്. അങ്ങനെ ഇന്ത്യൻ സാഹചര്യം മനസ്സിലാക്കി പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലകൻ വേണമെന്ന അഭിപ്രായത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഖാലിദ് ജമീലിനെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജംഷഡ്പൂർ FCയുടെ പരിശീലകനാണ് നിലവിൽ ഖാലിദ് ജമീൽ. 2026 വരെ അദ്ദേഹത്തിന് ജംഷഡ്പൂർ FCക്കൊപ്പം കോൺട്രാക്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ 2025 അവസാനത്തോടെ ഡുറൻ കപ്പിന്റെ അവസാനത്തോടുകൂടി ജംഷഡ്പൂരിന്റെ പരിശീലക സ്ഥാനം ഖാലിദ് ജമീൽ ഒഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ ഒരു പരിശീലക സ്ഥാനം ഏറ്റെടുക്കും. നിലവിൽ ഒരു വലിയ ഹരിഗോവിന്ദാണ് വാർത്തയുടെ വിശദാംശം